മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഉണ്ണിയുടെ ദുഷ്ടത എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഉണ്ണിയാണെങ്കിൽ കണ്ണനെയും മഹാലക്ഷ്മിയെയും എങ്ങനെ തകർക്കാമെന്നുള്ള ചിന്തയിൽ വാമദേവനെ കാണാനായിട്ട് വന്നേക്കാണ്. ആ സമയത്ത് നമ്മളുടെ വാമദേവൻ ഉണ്ണീനെ കണ്ടതും ശരിക്കും പേടിക്കുന്നുണ്ട്. വാമദേവൻ വിചാരിച്ചിരിക്കുന്നത് ഈ ഉണ്ണിയുടെ അച്ഛനെ കൊന്നതിന് ഉണ്ണി എന്തെങ്കിലും ചീത്ത പറയാനോ പ്രതികാരം ചെയ്യുമെന്ന് പറയാനൊക്കെയാണ് വന്നേക്കണേന്നാണ്. പക്ഷേ ശരിക്കും ഉണ്ണി വന്നേക്കണത് ഈ കണ്ണനെയും മഹാലക്ഷ്മിയും എങ്ങനെ തകർക്കാമെന്ന് വാമദേവനുമായിട്ട് ആലോചിക്കാൻ വേണ്ടിയാണെന്നൊന്നും വാമദേവന് തോന്നണില്ല. അങ്ങനെ വാമദേവൻ ഉണ്ണീനെ കണ്ടിങ്ങനെ ഭയന്ന് നിന്നതും ഉണ്ണി അടുത്തേക്ക് ചെന്നതും വാമദേവൻ ഇവനിനി എന്നെ ഉപദ്രവിക്കാൻ വന്നതാണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, അമ്മാവനിവിടെ സുഖമാണോ എന്ന് ചോദിക്കുമ്പം വാമദേവൻ വിചാരിക്കുന്നത് ഈ ഉണ്ണി പരിഹസിക്കണേ. എന്നാൽ അന്നേരം വാമദേവൻ പറയുന്നുണ്ട്, എന്ത് പറയാനാ മോനെ, എനിക്ക് അന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അമ്മാവന് തെറ്റ് പറ്റി എന്നുള്ളത് നേരാ, പക്ഷെ അമ്മാവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അയാളെ ജീവനോടെ വിട്ടു എന്നുള്ളതാണ്. അന്ന് അച്ഛന് പകരം അയാളെ കൊന്നെങ്കിൽ എന്നായിരുന്നു. ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട്, അപ്പം നിൻ്റെ അച്ഛനെ കൊന്ന എന്നോട് നിനക്ക് ദേഷ്യമില്ലേടാന്ന് ചോദിക്കുമ്പം എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷേ അമ്മാവനേക്കാളും കൂടുതൽ ദേഷ്യം എനിക്കിപ്പോൾ ആ കണ്ണനോടും മഹാലക്ഷ്മിയോടും തന്നെയാണ്. അവർക്കെല്ലാം ഉണ്ട്, എനിക്കൊന്നുമില്ല. എന്തായാലും എൻ്റെ അവസ്ഥയ്ക്ക് കാരണം അമ്മാവനും കൂടെ കൂടിയ എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ കൺസ്ട്രക്ഷൻ കമ്പനിയുടെയോ ജ്വല്ലറിയുടെയോ ഫിനാൻസിൻ്റെ എന്തെങ്കിലും തലപ്പത്തിരുന്നേനെ. ഇതിപ്പോൾ എല്ലാം അയാളുടെ കയ്യിലല്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ അയാളും അയാളുടെ ഭാര്യയും ഇല്ലാണ്ടാവണമെന്ന്. അത് കേട്ടതും വാമദേവൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഉണ്ണി ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പം ഞാൻ ഉദ്ദേശിക്കണത് എന്താണെന്ന് അമ്മാവന് മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ അമ്മാവനും കരുണയുടെ അച്ഛനും ജയിലിലുമാണ്. അതുപോലെ മേഘേട്ടനാണെങ്കിൽ അനങ്ങാൻ പറ്റാതെ കിടക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വേറെ ആരുടെയെങ്കിലും സഹായം വേണം. അങ്ങനെ ആരെങ്കിലും അമ്മാവൻ്റെ പരിചയത്തിലുണ്ടോയെന്ന് ചോദിക്കുമ്പം വാമദേവൻ പറയുന്നുണ്ട്, തൽക്കാലം നീ ഒന്നിനും പോവാതിരിക്കണേ നല്ലത്. ഇപ്പോഴാണെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിയും നല്ലോണം ശക്തി പ്രാപിച്ച സമയം. അവർക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞും ജനിച്ചു കഴിഞ്ഞു. ദുർഗയാണെങ്കിൽ ഇപ്പോൾ അവരുടെ ഭാഗ, മഞ്ജു അതെ, നീ ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് നീ ഇപ്പം അനങ്ങാതിരിക്കണേ നല്ലതെന്ന് പറയുമ്പോൾ ഈ ഉണ്ണി പറയുന്നുണ്ട്, ഇല്ല അമ്മാവ, എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതം എനിക്ക് കിട്ടണം, അതിനു വേണ്ടി ഞാൻ ആരെ കൊല്ലാനും മടിക്കില്ല എന്ന്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ അകത്തായി പോയില്ലേ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യുമായിരുന്നു, അതൊന്നും കുഴപ്പമില്ല. അമ്മാവനൊക്കെ ഇറങ്ങുമ്പോഴേക്കും എനിക്ക് ആ കണ്ണനെയും മഹാലക്ഷ്മിയെയും തീർക്കണം. ആ കണ്ണൻ മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും വീട്ടിലോട്ട് കൊണ്ടുവന്ന് അവിടെ അവർ ജീവിക്കുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അയാൾക്ക് ഒരിക്കലും ഒരു കുഞ്ഞ് ജനിക്കില്ല എന്ന് വിചാരിച്ചല്ലേ നമ്മളെല്ലാവരും ചേർന്ന് അയാളെയും കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. ഇപ്പോഴാണെങ്കിൽ അയാൾക്കൊരു കുഞ്ഞും ഉണ്ടായി, അയാളുടെ കയ്യിൽ വേണ്ട സമ്പാദ്യമുണ്ട്. എനിക്കാണെങ്കിൽ ആ ഒന്നും ഇല്ലാണ്ടായേക്കണേ. ഇനിയിപ്പോൾ പ്രതാപൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട. കേസ് നടത്തി തന്നെ അയാൾ മുടിയുന്നു. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, അതിന് പ്രതാപന് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കുമ്പം പ്രതാപനെയും എന്നെയും നിനക്ക് അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ, നഷ്ടപരിഹാരത്തിൻ്റെ കേസ് പിൻവലിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം അതെന്തിനാമാവാ ഞാൻ അങ്ങനെ ചെയ്യണേ, അയാളുടെ സ്വത്തല്ലേ, അത് നഷ്ടപരിഹാരമായിട്ട് തന്നെ എനിക്ക് കിട്ടണം. അല്ലെങ്കിൽ തന്നെ അയാൾക്കും അയാളുടെ അമ്മയ്ക്കും ആ കരുണയ്ക്കും എന്നെ എപ്പോഴും പരിഹസിക്കലായിരുന്നു. അവരെന്നെ സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടിരുന്നത് മണ്ണുണ്ണീന്ന. അതുകൊണ്ട് എനിക്ക് അവരോട് ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ പറ്റുള്ളൂ. അവളുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും സ്വത്ത് കണ്ടിട്ടല്ലേ പല പ്രാവശ്യം എന്നെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായത്. ഇനി അവൾ എങ്ങനെ ഉപേക്ഷിച്ച് പോകുമെന്ന് എനിക്കൊന്ന് അറിയണമെന്ന്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, നീ എന്താടാ ഉണ്ണി കരുണയോട് പ്രതികാരം ചെയ്യാൻ നിൽക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല അമ്മാവ, എന്തായാലും എൻ്റെ കയ്യിൽ എല്ലാ സ്വത്തുക്കളും വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്ന്. ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ആ കണ്ണനും മഹാലക്ഷ്മിയും കുഞ്ഞുമായിട്ട് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കരുത്. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുമെന്ന്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, എൻ്റെ പരിചയത്തിൽ പരമു എന്ന് പറയുന്ന ഒരു ഗുണ്ടയുണ്ട്, നീ അവനെ പോയി ഒന്ന് കണ്ടു നോക്ക്. അവനാകുമ്പം ഒരു കുഴപ്പമില്ലാതെ കാര്യങ്ങളെല്ലാം നടത്തിത്തരും. പിന്നെ അവനിച്ചിരി തുക കൂടുതൽ ചോദിക്കും, അതെന്താണെന്ന് വെച്ചാൽ നീ കൊടുത്താൽ മതി. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, കാശ് ഞാൻ എത്ര വേണമെങ്കിലും കൊടുക്കാം, എന്നാലും കണ്ണനും മഹാലക്ഷ്മിയും കുഞ്ഞുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഈ ഉണ്ണി പോയി കഴിഞ്ഞതും പ്രതാപ വാമദേവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാടാ വാമ ഉണ്ണി വന്നേന്ന് ചോദിക്കുമ്പോൾ അവനക്ക് ഇപ്പോഴും പ്രതികാരം ചെയ്യണമെന്നും പറഞ്ഞാൽ നടക്കണേന്ന്. ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട്, ഇപ്പോൾ പ്രതികാരം ചെയ്യാൻ നടന്നവർക്കൊന്നും കിട്ടിയത് അവനക്ക് മനസ്സിലായിട്ടില്ലേ, ഇനി അവൻ പ്രതികാരത്തിന് നടന്നാൽ എൻ്റെ കുഞ്ഞിൻ്റെ താലി ഇല്ലാണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ടടാ, അവൻ എന്തായാലും പ്രതികാരം ചെയ്യുവാണെങ്കിൽ അവൻ കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലും. കണ്ണൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കെതിരെ നഷ്ടപരിഹാരത്തിനൊന്നും ആരും കേസ് കൊടുക്കൂല. ആ സമയത്ത് പ്രതാപം
പറയുന്നുണ്ട് വാമേട്ടൻ എന്താ വിചാരിച്ചേക്കണേ, കണ്ണനേക്കാളും കൂടുതൽ നഷ്ടപരിഹാരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് ഉണ്ണിയാണ്. ആ സമയത്ത് വാമദേവൻ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് പ്രതാപമായി പറയണേ, ഉണ്ണിക്ക് നഷ്ടപരിഹാരം വേണമെന്നാണ് ഉണ്ണി പറയണതെന്ന് ചോദിക്കുമ്പം, പിന്നെ അല്ലാതെ അവൻ എൻ്റെ അമ്മയോട് അത് തുറന്നു പറഞ്ഞു. അമ്മ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറഞ്ഞായിരുന്നു ഏറ്റവും കൂടുതൽ നഷ്ടപരിഹാരം വേണമെന്ന് വാശി പിടിക്കുന്നത് ഉണ്ണിയാണ്. അവൻ അങ്ങനെയാണോ, എന്തായാലും അവനെ ഒന്ന് സൂക്ഷിക്കണമല്ലോടാന്ന് പറയുമ്പം വാമേട്ടനെ അറിയില്ലാത്തതുകൊണ്ട് അവൻ കണ്ണനേക്കാളും വലിയ അപകടകാരിയാണ്. കണ്ണനാണെങ്കിൽ മനസ്സിലൊരു നന്മയൊക്കെ ഉള്ളവനാണ്, അതുകൊണ്ട് അവൻ ആരെയും ചതിക്കാനും പറ്റിക്കാനും ഒന്നും നിൽക്കില്ല. ഉണ്ണിക്ക് സ്വത്തെന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അവൻ ആരെയും ചതിക്കും, ആരെ വേണമെങ്കിലും കൊല്ലാനും തയ്യാറാവും. ഇനിയിപ്പോൾ അവൻ്റെ ആഗ്രഹത്തിന് വാമേട്ടനെതിരാന്ന് കണ്ട വാമേട്ടനെ കൊല്ലാനും അവൻ മടിക്കൂലാന്ന്. അത് നീ പറഞ്ഞത് നേരാടാ പ്രതാപ എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും അനന്തുവിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് പോകാനായിട്ട് ഉറങ്ങുമ്പം അനന്ത് പറയുന്നുണ്ട്, കണ്ണ മഹിനെയും കുഞ്ഞിനെയും നീ നൂലുകെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ കമലേശ്വരത്തേക്ക് കൊണ്ടുപോകുമെന്ന് ചോദിക്കുമ്പം, പിന്നെ എൻ്റെ തറവാട്ടിലേക്ക് കൊണ്ടുപോകണ്ടേടാ, അതല്ല കുഞ്ഞ് പോയി കഴിഞ്ഞാൽ ലേഹയ്ക്ക് അത് വലിയ വിഷമാവുമെന്ന് പറയുമ്പം, അതിന് നീ ലേഹയെടുത്ത് പേടിക്കണ്ടെന്ന് പറ, ഇവിടെ ഞങ്ങൾ അടുത്ത് തന്നെയല്ലേ, എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങോട്ടും വരാം, നിങ്ങൾക്ക് അങ്ങോട്ടും വരാമല്ലോ, വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം കുഞ്ഞിൻ്റെ കൂടെ അവിടെ വന്ന് നിന്നോ എന്ന് പറയുമ്പോൾ, അതൊന്നും ശരിയാവില്ലടാ, അവിടെ ആ ഉണ്ണിയും കരുണയൊക്കെ ഇല്ലേന്ന് ചോദിക്കുമ്പം, അതിനെന്താ എൻ്റെ വീട്ടിൽ ആരാ വരണ്ടേന്ന് നിൽക്കണ്ടേന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ, അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട, എന്തായാലും നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, ഞങ്ങളുടെ മോളെ നിന്നിൽ നിന്നും ഞങ്ങൾ അകറ്റാനൊന്നും പോണില്ല, മഹിക്കും എനിക്കുമുള്ള അവകാശം തന്നെ ലേഹയ്ക്കും അനന്തുവിനും ഞങ്ങളുടെ കുഞ്ഞിലുണ്ടെന്ന്. അത് കേട്ടതും അനന്തു പറയുന്നുണ്ട്, ഞാൻ ലേഹയോട് പറയുമായിരുന്നു ഒരുപാട് മോഹിക്കൊന്നും വേണ്ട, അവർ കുഞ്ഞിനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വിഷമാവും എന്ന് പറഞ്ഞപ്പം ലേഹയും ഇത് തന്നെയാണ് പറഞ്ഞത്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകാമല്ലോ എന്ന്. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലടാ എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങളെന്തിനാ ഇപ്പോൾ തിരിച്ചു പോണത്, ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ട, ഞങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ സ്വന്തം കുഞ്ഞ് തന്നെയാണ്, അതെപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ആ സമയത്ത് അനന്തു പറയുന്നുണ്ട്, അതൊക്കെ ശരിയാടാ, എന്നാലും നിങ്ങൾ കമലേശ്വരത്തേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴും ഞങ്ങൾക്ക് മോളെ കാണാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ, അതിനെന്താന്നേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചൊരു വീട് വെച്ച് താമസിക്കാടാ, നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ടാന്നും പറഞ്ഞ് കണ്ണൻ യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മിയും കുഞ്ഞും ഇങ്ങനെ കിടക്കുമ്പം ലേഹ അങ്ങോട്ട് വരാണ്. ലേഹ വന്നിട്ട് ലേഹയുടെ മുഖത്തെ സങ്കടം കണ്ടതും മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ലേഹയുടെ മുഖത്ത് എന്താ ഒരു വിഷമം എന്ന് ചോദിക്കുമ്പം, അല്ല മഹി, നൂലുകെട്ട് കഴിഞ്ഞാൽ മഹിയും മോളും ഇവിടുന്ന് പോകൂല, അത് ഓർത്തിട്ടുള്ള വിഷമം എനിക്കെന്ന് പറയുമ്പോൾ, അതിനിപ്പോഴേ തൊട്ട് വിഷമിക്കണേ എന്തിനാ ലേഹേ, ഞങ്ങൾ പോയാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരൂലേ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും വരാമല്ലോ, എന്തായാലും ഞാനും കണ്ണേട്ടനും കമ്പനി പോകാൻ തുടങ്ങിയാൽ പിന്നെ കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിക്കുന്നത് ലേഹേനെ തന്നെ, അതോർത്ത് ലേഹ ടെൻഷനാവുമൊന്നും വേണ്ട, സമാധാനമായിട്ടിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ വീട്ടിൽ തിരിച്ചു വന്നതും ഈ ദുർഗ ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയതായിരുന്നടാന്ന് ചോദിക്കുമ്പം, ഞാൻ അമ്മാവനെ കാണാൻ പോയതാന്ന് പറയണം. അന്നേരം ദുർഗ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ ആ ദുഷ്ടനെ കാണാൻ പോയെന്ന് ചോദിക്കുമ്പം, അത് വേറെ ഒന്നുമല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അമ്മാവനായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു, എന്നിട്ട് നീ അയാളെ ഒന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്തിനാ അയാളെ പറയണേ, അയാൾ അമ്മയുടെ ആങ്ങളെയല്ലേ, അല്ല നിൻ്റെ അച്ഛനെ കൊന്നവനല്ലേടാ അവൻ എന്ന് ചോദിക്കുമ്പം, അത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമല്ലേ, ഇപ്പോൾ ഞാനെന്തിനാ അത് അന്വേഷിക്കണമെന്ന് ചോദിക്കുന്നതും ഈ ദുർഗ അന്തം വിട്ട് ഇവനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ മോനെ ഇങ്ങനെ സംസാരിക്കണേ, നിൻ്റെ അച്ഛനെ കൊന്നതിന് നിനക്കൊരു പ്രശ്നമല്ലേ എന്ന് ചോദിക്കുമ്പം, എൻ്റെ അച്ഛനെ കൊന്നതിന് എനിക്കെന്തിനാ പ്രശ്നം, അച്ഛൻ മരിച്ചു, അച്ഛനിപ്പോൾ ജീവിച്ചിരിക്കണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടായേനെ, പക്ഷേ മരിച്ചു പോയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അതുകൊണ്ട് ഇനി ഞാൻ അതോർത്ത് ദുഃഖിക്കാനും പോണില്ല എന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, നീ എന്താടാ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ, നിനക്ക് ശരിക്കും നിൻ്റെ അമ്മാവൻ്റെയും ആ മേഘനാഥൻ്റെ സ്വഭാവമല്ലോ എന്ന് പറയുമ്പം, അമ്മ എന്നോട് അവരെ കണ്ട് പഠിക്കാനല്ലേ പറഞ്ഞത്, പിന്നെ എനിക്ക് അവരുടെ സ്വഭാവമല്ലേ കിട്ടുള്ളൂ, പിന്നെ നീ എന്തിനാടാ അയാളെ കാണാൻ പോയെന്ന് ചോദിക്കുമ്പം, അത് വേറൊന്നിനുമല്ല, കണ്ണനും മഹാലക്ഷ്മിയും അവരുടെ കുഞ്ഞുമായിട്ട് ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണാനൊന്നും എനിക്ക് പറ്റില്ല, അതെനിക്ക് കണ്ടു നിൽക്കാനും പറ്റില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ മഹാലക്ഷ്മിയും കുഞ്ഞിനെ ഇല്ലാണ്ടാക്കണം, അതിനെന്തെങ്കിലും വഴിയുണ്ടോയെന്ന് അറിയാനാണ് ഞാൻ അമ്മാവിൻ്റെ അടുത്ത് പോയെന്ന്. അത് കേട്ടതും ദുർഗയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ പറഞ്ഞത്, മഹാലക്ഷ്മിയും കുഞ്ഞിനെയും കൊല്ലണമെന്ന്, പിന്നല്ലാതെ അവരെല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഞാൻ കണ്ടു നിൽക്കണം എന്നാണോ അമ്മ പറയണതെന്ന് ചോദിച്ചതും ഈ ദുർഗയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൻ ഭയങ്കര ദുഷ്ടനാന്നുള്ളത്. എന്നിട്ട് ദുർഗ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ എത്ര വിഡ്ഢിയായിപ്പോയി, ഇതുപോലൊരു ദുഷ്ടനെയാലോ ഞാൻ ഇത്രയും നാളും വളം വെച്ച് കൊടുത്ത് വളർത്തിയത്, എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയും ആപത്തൊന്നും കൂടാതെ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇനി മഹാലക്ഷ്മിക്കും കുഞ്ഞിനും എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ കണ്ണൻ അടങ്ങിയിരിക്കുമെന്ന് തോന്നണില്ല, ഇവനെ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവനെ ജീവനോടെ വെച്ചേക്കാനും സാധ്യതയില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഉണ്ണിയോട് പറയുന്നുണ്ട്, ഉണ്ണി ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നീ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട,
നീ നല്ല രീതിയിൽ നിൽക്കുവാണെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിയും നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തരൂടാന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എനിക്കങ്ങനെ ആരുടെയും കാല് പിടിച്ചിട്ടൊന്നും നേടണ്ട, എനിക്ക് എൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ട് തന്നെ നേടണം, അതിനു വേണ്ടി ഞാൻ ഏതറ്റം വരെ പോവും, അതിന് അമ്മ തടസ്സമായിട്ടൊന്നും വരണ്ടാന്ന്. അത് കേട്ടതും ദുർഗയാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണി പോയി കഴിഞ്ഞതും ദുർഗ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, എന്തായാലും ഇവൻ കണ്ണനെയും മഹാലക്ഷ്മിയും അപായപ്പെടുത്താൻ ശ്രമിക്കും, അതിനു മുമ്പ് ഈ വിവരം അവരെ എങ്ങനെയെങ്കിലും അറിയിക്കണം. എന്തായാലും മഞ്ജുവിനെ കണ്ട് വിവരങ്ങളൊക്കെ പറയാം, ഒന്ന് അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ദുർഗ നേരെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. ഇതേസമയം മഞ്ജു ആണെങ്കിൽ സാഗറിനോട് പറയുന്നുണ്ട്, നമ്മൾ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് അമ്പലത്തിലൊന്നും പോയില്ലല്ലോ സാഗറേട്ട, അതുമാത്രമല്ല ഏടത്തിക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലാതെ കിട്ടിയ അമ്പലത്തിൽ പോയി കുറേ വഴിപാടുകൾ നടത്താമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. ആ വഴിപാടുകളൊന്നും നടത്തിയില്ല. ഇന്നെന്തായാലും നമുക്ക് രണ്ടുപേർക്കും അമ്പലത്തിൽ പോയി ആ വഴിപാടുകളൊക്കെ നടത്തിയാലോ സാഗറേട്ടാന്ന് വയ്ക്കുമ്പം സാഗർ പറയുന്നുണ്ട്, അതിനെന്താ മഞ്ജു, നമുക്ക് ഇപ്പോൾ തന്നെ പോകാം. അങ്ങനെ മഞ്ജുവും സാഗറും റെഡിയായി അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. മഞ്ജു സാഗറും അമ്പലത്തിൽ വരുമ്പം അവിടെ ദുർഗ കൈ കൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് കാണുന്നത്. അത് കണ്ടതും മഞ്ജു സാഗറിനോട് പറയുന്നുണ്ട്, നമ്മൾ ആരെ കാണരുതെന്ന് ആഗ്രഹിക്കണോ അയാളാണല്ലോ നമ്മുടെ മുന്നിൽ നിൽക്കണേന്ന് പറയുമ്പം നീ ഇനിയിപ്പോൾ അവരെ കണ്ടതായിട്ട് ഭാവിക്കാനൊന്നും പോകണ്ട, അവരിനി എന്തെങ്കിലും പറഞ്ഞു വന്നാൽ മൈൻഡ് ചെയ്യാനും പോകണ്ടെന്നും പറഞ്ഞ് മഞ്ജു സാഗറും അങ്ങോട്ട് തിരിഞ്ഞു പോകാൻ തുടങ്ങുമ്പം ദുർഗ പ്രാർത്ഥന കഴിഞ്ഞ് തിരിഞ്ഞതും ഇവരെ കാണുന്നുണ്ട്. അങ്ങനെ മഞ്ജുവിനെ കണ്ടതും ദുർഗ ഓടി വന്നിട്ട്, മോളെ എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണം. ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യമെന്ന് ചോദിക്കുമ്പം മോളെ മഹാലക്ഷ്മിയെയും കുഞ്ഞിനെ അപകടപ്പെടുത്തണമെന്നും പറഞ്ഞ് ഉണ്ണി നടക്കുന്നുണ്ട്, അതെന്തിനാ ഉണ്ണിയേട്ടൻ ഇനിയും അവരെ അപകടപ്പെടുത്താൻ നടക്കണേന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവണില്ല മോളെ, ഞാൻ അവനോട് പരമാവധി പറഞ്ഞു നോക്കി കണ്ണനെയും മഹാലക്ഷ്മിയെയും സ്നേഹിച്ച് നിന്നാൽ ഇവന് വേണ്ടതെല്ലാം അവർ കൊടുക്കുന്നു, പക്ഷേ അവൻ അത് അംഗീകരിക്കണില്ല, അവനക്ക് മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും കൊല്ലണം എന്നുള്ള ചിന്തയും. ഇപ്പം കണ്ണനും മഹാലക്ഷ്മിയും കുഞ്ഞുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണാൻ പറ്റില്ല എന്നാണ് അവൻ പറയുന്നത്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, കാണാൻ പറ്റില്ലെങ്കിൽ അയാൾ അവിടെ നിന്ന് പോയിക്കോട്ടെ, അയാളോട് അവിടെ നിൽക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല മോളെ, ഇനിയിപ്പോൾ അവൻ ആരെങ്കിലും അവരെ കൊല്ലാനെ ഏൽപ്പിക്കുമെന്ന് പറയാൻ പറ്റില്ല, അവൻ്റെ മനസ്സ് അങ്ങനെയാണെന്ന് പറയുമ്പം അതെങ്ങനെ അങ്ങനെ ആവാതിരിക്കും, അമ്മയുടെ ആങ്ങളയുടെയും ആ മേഘനാഥൻ്റെയും വാക്ക് കേട്ടല്ലേ അയാൾ ജീവിച്ചുകൊണ്ടിരുന്നത്, അല്ലാതെ കണ്ണേട്ടൻ്റെ വാക്ക് കേട്ട് ജീവിച്ചായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അയാൾ ഇങ്ങനെ ആവില്ലായിരുന്നു, ദുഷ്ടന്മാരുടെ വാക്ക് കേട്ട് ദുഷ്ടന്മാരുടെ കൂടെ ജീവിച്ചതുകൊണ്ട് അയാൾക്കും ദുഷ്ട മനസ്സായത്, ഇനിയിപ്പോൾ അമ്മ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും അയാൾക്ക് കണ്ണേട്ടൻ്റെ ഒരു ഗുണം പോലും കിട്ടിയിട്ടില്ല. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് നേരാ മോളെ, കണ്ണൻ്റെ അച്ഛൻ്റെയോ സ്വഭാവമൊന്നും അവന് കിട്ടിയിട്ടില്ല, അവന് കിട്ടിയിരിക്കുന്നത് എൻ്റെ ആങ്ങളയുടെയും ആ ആങ്ങളയുടെ മോൻ്റെയും സ്വഭാവമാണ്, ഇനി നമ്മൾ എന്ത് ചെയ്യും മോളെ എന്ന് ചോദിക്കുമ്പോൾ സാഗർ അത് കേട്ടോണ്ടിരുന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, എത്രയും പെട്ടെന്ന് ഈ വിവരം കണ്ണൻ സാറിനെ അറിയിക്കുക, കഴിയുമെങ്കിൽ അവനെയും അവൻ്റെ ഭാര്യേനെയും ആ കമലേശ്വരത്ത് നിന്ന് ഇറക്കി വിടുകയും ചെയ്യണമെന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ ഇറക്കി വിടാനാ, എൻ്റെ മോനല്ലേ അവനെന്ന് ചോദിക്കുമ്പം അമ്മ മോനാന്നും പറഞ്ഞുകൊണ്ടിരുന്നോ, അവസാനം കണ്ണേട്ടനെയും എടുത്തിനെയും കൊന്നു കഴിയുമ്പോൾ പിന്നെ അവൻ കൊല്ലാൻ പോണത് അമ്മേനെ തന്നെയായിരിക്കുമെന്ന്. അത് കേട്ടതും ദുർഗ പറയുന്നുണ്ട്, ശരിയാ മോളെ, അവൻ അതിനും മടിക്കില്ല, അവൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായതാണ്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, എന്തായാലും ഉണ്ണിയേട്ടനെയും ഏടത്തിനെയും കുഞ്ഞിനെയും ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിനു മുമ്പായിട്ട് തന്നെ മാർക്കോയും ലോബസും ചേർന്ന് ഉണ്ണിയേട്ടൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കും, അമ്മ വേണമെങ്കിൽ മോനോടൊന്ന് പറഞ്ഞേരെ, മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നടക്കുകയാണെങ്കിൽ ഇപ്പോൾ മാസം കിട്ടണ ശമ്പളവും കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കാം, ഇല്ലെങ്കിൽ ഇപ്പോൾ മേഘം കിടക്കണ പോലെ 4 കാലും നിവർത്തി കട്ടലിൽ മലന്ന് കിടക്കേണ്ട വരുമെന്ന്. അത് കേട്ടതും ദുർഗയാണെങ്കിൽ ഇങ്ങനെ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ഈ വാമദേവൻ പറഞ്ഞ ആ പരമൻ എന്ന് പറയുന്ന ആ ഒരു ഗുണ്ടയെ കാണാൻ വരാണ്. ആ ഗുണ്ടയെ വന്ന് കണ്ടിട്ട് ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ വാമദേവൻ്റെ അനന്തരവന, എനിക്ക് നിങ്ങളെ കൊണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം എന്താ സാറേ എന്താണെങ്കിലും പറഞ്ഞോ, ഞാൻ വാമേട്ടന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തേക്കണേന്ന് പറയുമ്പം എനിക്ക് 2 പേരെ കൊല്ലണം എന്ന് പറയണു. അത് കേട്ടതും അയാൾ ചോദിക്കുന്നുണ്ട്, സാറിന് ആരെയെ കൊല്ലണ്ടേന്ന് ചോദിക്കുമ്പോൾ വേറെ ആരെയല്ല, എൻ്റെ ചേട്ടനെയും ചേട്ടൻ്റെ ഭാര്യേനെയും, വേണമെങ്കിൽ ഒരു കുഞ്ഞുണ്ട് അതിനെയും കൂടി തീർത്ത് കളയണം. അതൊന്നും പറ്റില്ല സാറേ, കുഞ്ഞുങ്ങളെ ഒന്നും ഞങ്ങൾ കൊല്ലാറില്ല എന്ന് പറയുമ്പം എന്നാൽ നിങ്ങൾ വലിയവരെ മാത്രം കൊന്നാൽ മതി, കുഞ്ഞിൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം, അതിന് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പം ആദ്യം ഞങ്ങൾ ആളെ കാണട്ടെ, അതിനുശേഷം കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ണി അയാളുമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡീലാക്കിയിട്ട് പോകുന്നുണ്ട്. ഉണ്ണി പോയി കഴിഞ്ഞതും നമ്മളുടെ ഈ പരമൻ എന്ന് പറയുന്ന ആ ഒരു ഗുണ്ട മാർക്കോയ്ക്ക് ഫോൺ വിളിക്കുന്നുണ്ട്. മാർക്കോ ഫോൺ എടുത്തതും ഈ ഗുണ്ട മാർക്കോയോട് ഉണ്ണി വന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടതും ഉണ്ണിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഉണ്ണി പരമനോട് പറയുന്നുണ്ട്, എന്തായാലും താനിപ്പോൾ എല്ലാം ഏറ്റോ, ഞാൻ അവൻ്റെ കാര്യം കൈകാര്യം ചെയ്തോളാം, അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. അങ്ങനെ മാർക്കോ ദേഷ്യത്തോടുകൂടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഉണ്ണിക്ക് ഇനിയിപ്പോൾ കിട്ടാൻ പോകുന്നത് പണമൊന്നുമല്ല, മാർക്കോയുടെ കയ്യിൽ നിന്ന് നല്ല ഇടി തന്നെയാണ്. അതോടുകൂടി ഉണ്ണി മര്യാദയാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ
ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.